നമ്മളിത് ആമസോണിൽ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 5000 അണ്ടറിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അടിപൊളി ഒരു പാക്കിങ്ങിലാണ് സാധനം കിട്ടിയിട്ടുള്ളത്. ഇത് JXL എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം റേറ്റിംഗൊക്കെ നോക്കിയിട്ട് ഒരുപാട് സെർച്ച് ചെയ്തിട്ടായിരുന്നു നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു റേറ്റിംഗൊന്നും അത്ര വലിയ അടിപൊളി അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ തപ്പിയിട്ടാണ്. ഇതുണ്ടാവും സ്ക്രീനൊക്കെ നല്ല അടിപൊളി നല്ലൊരു സ്ക്രീനൊക്കെയാണ് നമുക്ക് ഇത് കാണിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കത് തുറക്കുന്ന സമയത്ത് തന്നെ ഇത് നമുക്കിതാ നമ്മുടെ സ്റ്റീരിയോ എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റീരിയോ അല്ല, ആൻഡ്രോയിഡാണ് കേട്ടോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ. നമുക്കത് അടിപൊളി ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ആണിത്. ഇത് നമുക്ക് ശരിക്കും ഒരു മൊബൈൽ ഫോൺ പോലെ തന്നെ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ആൻഡ്രോയിഡിലുള്ള എല്ലാ സെയിം ഫീച്ചേഴ്സും ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ബോക്സിനകത്തുള്ളത് ഇത് ക്ലാമ്പ് ചെയ്ത് വെക്കാനുള്ള ക്ലാമ്പ്സും പിന്നെ അതിൻ്റെ സ്ക്രൂസുമാണുള്ളത്. പിന്നെ നമുക്കതുപോലെ തന്നെ നമുക്കതിൻ്റെ കൂട്ടത്തിലൊരു മൈക്ക് അവൈലബിൾ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈലൊക്കെ കണക്ട് ചെയ്ത് കോൾ ചെയ്യുന്ന നേരത്ത് നമുക്കിത് സ്റ്റിയറിങ്ങിൻ്റെ നമ്മളെ മേലെ തലേൻ്റെ ആ സെയിം സ്ഥലത്തായിട്ട് ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കെന്താ വെച്ചാൽ ട്രാവലിംഗ് സമയത്തൊക്കെ നല്ല ക്ലിയറായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് അതുപോലെ ഒരു വാറണ്ടീൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഇത് അടിപൊളിയായിട്ട് ഒരു JXL എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നമുക്ക് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സിനകത്ത് നമുക്കത് ഇതുപോലെ തന്നെ ഒരു GPS, ഇതിൽ ഓൾറെഡി GPS അവൈലബിൾ ആണ്. നമ്മൾ ഇത് റൂട്ടൊക്കെ പോണ സമയത്ത് ഓൾറെഡി ഇതിന് GPS മാപ്പും അതുപോലെ തന്നെ GPS ട്രാക്കിംഗ് ഒക്കെ ഇതിനകത്തുണ്ട്. അതിനായിട്ടുള്ള ഒരു GPSൻ്റെ ഒരു കണക്റ്റാണ് വരുന്നത്. പിന്നെ അതുപോലെ പിന്നെയാണ് നമ്മുടെ കോഡും സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഒരുപാട് കോഡുണ്ട് ഇതിനകത്ത്. നമുക്ക് വരുന്ന കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്കൊരു പവറിൻ്റെ ഒരു കോഡ്, ഇത് നമുക്കതിൽ പവർ സപ്ലൈ കൊടുക്കാനുള്ളൊരു കോഡും അതുപോലെ തന്നെ സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ടും അങ്ങനെയൊക്കെ കൊടുക്കാനുള്ളത് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് എല്ലാത്തിലും തന്നെ ആൻറ്റിനയുടെ കണക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് അതുപോലെ എല്ലാത്തിലേക്കും ഉള്ള കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ വയർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കി കണക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ ഔട്ടിലേക്കുള്ള ഒരു ലൈൻ, സബ് വൂഫറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന ഇതിൻ്റെ ഔട്ടായിട്ട് ഒരു ലൈൻ ഉണ്ട്. പിന്നെ അതുപോലെ എന്ന് പറയുന്നത് നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള പെൻ ഡ്രൈവ് സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് അഡീഷണൽ ഉണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ പുറകിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് എവിടെ വേണ്ട സ്ഥലത്ത് അതുപോലെ വെക്കാം. അതിൻ്റെ USB-ൻ്റെ തന്നെ ഇത് ഡബിളായിട്ട് വരുന്നുണ്ട്, 2 എണ്ണം ഉണ്ട്, 2 പോർട്ടായിട്ട് അത് വരുന്നുണ്ട്. പിന്നെ നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഔട്ട്പുട്ട് വേറെ വരുന്നുണ്ട്. ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു സോക്കറ്റ്. ഇത് നമുക്ക് ഇതിൽ വീഡിയോ ഔട്ട്പുട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഒരുപാട് ഔട്ട്പുട്ടായിട്ട് ഇങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് പിന്നെ ഇതിന് മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കത് ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പവർ ലൈന് അതുപോലെ തന്നെ ഇതിനകത്തായിട്ടെങ്കിൽ നമ്മുടെ ചാനൽസിൻ്റെയും അതുപോലെ തന്നെ GPS അങ്ങനെ എല്ലാം കൊടുക്കാനുള്ള ആൻറ്റിനേൻ്റെ ഒരു സ്ലോട്ട് എല്ലാം ഉണ്ട്. ബാക്കിൽ അടിപൊളിയായിട്ടൊരു ഫാനുണ്ട്, ഒരു ഫ്യൂസ് കാരിയർ, ഒരു ഫ്യൂസ് പുറകിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഇത് ഒരു സ്ക്രീൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ അതിന് റിവേഴ്സ് ക്യാമറ കൂട്ടത്തിലെല്ലാം നമ്മളത് അഡീഷണൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ നമുക്ക് വണ്ടിയിൽ കണക്ട് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം.